10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഗണിത പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമേ ഞാനൊരു ഉറപ്പ് നൽകട്ടെ. എന്താണെന്നറിയോ? എൻ്റെ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഗണിതത്തിൽ A+. അതാണ് എൻ്റെ ഉറപ്പ്. 10ാം ക്ലാസ്സിൽ ഈ ഗണിതത്തില് എത്ര യൂണിറ്റുകളുണ്ട്? നിങ്ങൾ പാഠഭാഗങ്ങളൊക്കെ മറിച്ച് നോക്കിയിട്ടുണ്ടാവും അല്ലേ? 11 യൂണിറ്റുകളാണ്. സമാന്തര ശ്രേണികൾ, വൃത്തങ്ങൾ, സാധ്യതകളുടെ ഗണിതം, രണ്ടാകൃതി സമവാക്യങ്ങൾ, ത്രികോണമിതി, സൂചക സംഖ്യകൾ, തൊടുവരകൾ, ഘനരൂപങ്ങൾ, ജാമിതിയും ബീജഗണിതവും, ബഹുപദങ്ങൾ, സ്ഥിതിവിവര കണക്ക്. 11 യൂണിറ്റുകൾ. അതിനൊരു വാർഷിക കണക്കും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ മെയ് മാസം തുടങ്ങും. ഇപ്പം മെയ് 25 ഇന്ന് മുതൽ ആരംഭിക്കുന്നു. ജനുവരി 31 അവസാനിപ്പിക്കും. 11 മാസം. ഈ കാലയളവിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ 11 യൂണിറ്റുകളുടെയും ബഹുമുഖ പ്രവർത്തനങ്ങളാണ്. ധാരാളം പ്രവർത്തനങ്ങൾ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തും. അങ്ങനെ ചെയ്താലോ ഗണിതത്തിലെ ഈ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളിൽ, പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഒരു സംശയമില്ലാതെ വളരെ വേഗത്തിൽ ഉത്തരം എഴുതി മുഴുവൻ മാർക്ക് വാങ്ങാനും മുഴുവൻ സ്കോർ വാങ്ങാനും നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? എന്നോടൊപ്പം നിൽക്കുക. എന്ത് സംശയമുണ്ടെങ്കിലും, അതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും, ഞാനിങ്ങനെ പ്രവർത്തനം നൽകുമ്പോൾ മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. അപ്പം എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നു. നമുക്ക് ക്ലാസ്സുകളിലേക്ക് പോകാം.